ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ആദ്യം തന്നെ വലിയൊരു സോറി, നമുക്കൊരു നീണ്ടൊരു ഗ്യാപ്പ് വന്നു. പല തിരക്കിൽ പെട്ടിട്ട് പോയിട്ടാണ്. അറിയാലോ, ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങളാണ്. ചില കുട്ടികൾക്ക് വന്ന് ഒരു 3-4 ദിവസം ഗ്യാപ്പ് കഴിയുമ്പോൾ തന്നെ അടുത്ത അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വലിയൊരു തിരക്കിൽ പെട്ടുപോയി. അതാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത്. റിയലി സോറി. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം നിങ്ങളുടെ ഡൗട്ട്സിനുള്ള റിപ്ലൈ തന്നെ പറഞ്ഞ് അങ്ങ് തുടങ്ങാം. പിന്നെ നമുക്ക് ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ടിടാം. അപ്പം നാളെയും കൂടി ഞാൻ നെക്സ്റ്റ് ഡേയും കൂടി Q&A ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ അടിയിൽ ചോദിച്ചോളൂ. സോ നമുക്ക് ഫസ്റ്റ് പെട്ടെന്ന് പോവാം. ലേൺ വിത്ത് ജോസി എന്നുള്ള ഐഡിയ ആണ്. 1 year old ബേബി യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു, നൈറ്റാണ് കുറഞ്ഞു കാണുന്നത്. ബട്ട് എണീറ്റ് കഴിയുമ്പോൾ കുറേ മൂത്രം ഒഴിക്കുന്നുണ്ട്. അത് നോർമലാണ് കേട്ടോ. ഉറക്കമാകുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് ഇങ്ങനെ ലൂസായിട്ട് എടുക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മൂത്രം അധികം പോയി എന്ന് വരില്ല. 1 year ആയില്ലേ, എണീറ്റ് കഴിഞ്ഞ് നന്നായി പോകുന്നുണ്ട്, കുഞ്ഞ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. Then ഫാത്തിമയാണ്. യുവർ വീഡിയോസ് ആർ വെരി യൂസ്ഫുൾ. മേ ഓൾമൈറ്റി ബ്ലെസ് യു വിത്ത് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. താങ്ക് യു ഫാത്തിമ. സെയിം ടു യു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദെൻ ജിനു ആണ്. താങ്ക് യു സോ മച്ച് ഫോർ യു വീഡിയോസ്. എൻ്റെ മോൾക്ക് 75 ദിവസമായി. ബർത്ത് വെയ്റ്റ് 2.7, നൗ 4.8. ഇപ്പോഴും ലൂസ് മോഷൻ പോലെയാണ്. കുറേ നേരം നിർത്താതെ കരയും, എസ്പെഷ്യലി ഡ്യൂറിങ് പാസിംഗ് മോഷൻ. കോളിക് ഇഷ്യൂസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഹൗ ടു സോൾവ് ദിസ്? സോൾവ് ചെയ്യാൻ നമുക്ക് ഷോർട്ട് കട്ട്സ് ഇല്ല. കുഞ്ഞ് വലുതാവണം, കുഞ്ഞിൻ്റെ ഗട്ട്, അതായത് കുടലൊക്കെ ഒന്നുകൂടി മൂപ്പെത്തണം, കുഞ്ഞിൻ്റെ ഡൈജഷൻ ശരിയാവും, ഗ്യാസ് ഒറ്റയ്ക്ക് പാസ് ചെയ്യാനൊക്കെ കുഞ്ഞ് പഠിക്കുമ്പോൾ കരച്ചിൽ കുറയും, ലൂസ് മോഷൻ പോകുന്നതും കുറയും. നമ്മുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് അഡിക്വേറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ യാതൊരുവിധ പ്രശ്നമില്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിനായിട്ട് പേടിക്കേണ്ട. ഞാൻ പറയുന്ന പോലെ ഇടയ്ക്ക് നമ്മൾ തോളത്തിട്ട് ബേപ്പ് ചെയ്ത് കൊടുക്കുക, ഇടയ്ക്ക് ടമ്മി ടൈം കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ദെൻ ജസീനയാണ്. എൻ്റെ മോന് 3 വയസ്സായി. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ താങ്ക്സ്. ഹായ് ജസീന. ദെൻ ക്രിസ്റ്റീനയാണ്. ഓരോ വീഡിയോസും ഹെൽപ്ഫുള്ളാണ്. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ സിറ്റിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കാര്യം ചോദിക്കാനാണെന്നാണ് ക്രിസ്റ്റീന പറഞ്ഞിരിക്കുന്നത്. ഡെലിവറി 37 വീക്സ്, നോർമൽ ഡെലിവറി. ഇപ്പോൾ 2 വയസ്സ്, വെയിറ്റ് 8.2, മെലിഞ്ഞിട്ടാണ്, ഫുഡ് കഴിക്കാൻ മടിയാണ്, കഴുത്തൊക്കെ ഉറച്ചു, കമിഴ്ന്നത് 9 months. 1 year കഴിഞ്ഞപ്പോൾ മോൾ ഇരുത്തിയാൽ ഇരിക്കാൻ തുടങ്ങി. ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞ്. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പി പറഞ്ഞു. വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. സ്പീച്ചൊക്കെ സാധാരണ പോലെയുണ്ട്. കാക്ക, ചേട്ട, ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പോലെയാണ് കാല് വെച്ചിരിക്കുക. മോളുടെ ഹിപ്പിന് പ്രശ്നം കാണുമോ? ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. മുട്ടുകുത്തി ഇടയ്ക്ക് പകുതി കാണിക്കാനൊക്കെ നോക്കും. നോർമലാണോ? എങ്ങനെയൊക്കെയാണ്. ഭയങ്കര വിശദമായിട്ടൊരു വീഡിയോ ആണ്. ഞാനിങ്ങനെ ആവശ്യമുള്ള പോയിന്റ്സ് ഇങ്ങനെ പിക്ക് ചെയ്ത് വായിച്ചതാണ്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റീനയ്ക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഹിപ്പിൻ്റെ അല്ലേ ഒരു അൾട്രാസൗണ്ട് എടുപ്പിക്കുക. നിങ്ങളുടെ പീഡിയാട്രിഷ്യനോട് പറഞ്ഞാലും മതി. ഹിപ്പിൻ്റെ ഒരു അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഹിപ്പിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും കൂടി നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കറക്റ്റായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുക എന്നുള്ളതാണ്. അത് നല്ലൊരു സെൻറ്ററിൽ പോയിട്ട് നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഗൈഡൻസിൽ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസും സോൾവ് ചെയ്യും. ബിക്കോസ് ബാക്കി മൈൽ സ്റ്റോൺസ് നമ്മുടെ കുഞ്ഞിൻ്റെ നോർമലാണ് അല്ലേ. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ഡിലേ എന്നുള്ള കാര്യം, വളർച്ച കുറച്ച് വൈകുന്നു എന്നുള്ള കാര്യമുള്ള ഏത് പാരൻസ് ഈ ഗ്രൂപ്പിലുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യാനുള്ളത്, നമ്മുടെ വളർച്ചാഘട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് 2 വീഡിയോ സെപ്പറേറ്റ് ആയിട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രിഷ്യനെ കാണിക്കുക. ഒരു നോർമലായിട്ട് കുറച്ചൊരു മാസത്തിൻ്റെ ഡിലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ പറയും കുഴപ്പമില്ല. അല്ല, ഇൻ്റർവെൻഷൻ വേണം, നമ്മൾ ആക്ട് ചെയ്യണം എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന ബെസ്റ്റ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഫിസിയോതെറാപ്പി കറക്റ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കരയും, കുഞ്ഞുങ്ങൾ സമ്മതിക്കില്ല, ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പനിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കറക്റ്റായി ട്രീറ്റ് ചെയ്ത് കുഞ്ഞ് കരയുന്നു എന്നുള്ളതിനെ നിങ്ങൾ പതുക്കെ ജെൻറ്റിലായിട്ട് ടാക്കിൾ ചെയ്ത് ഫിസിയോതെറാപ്പി കറക്റ്റായിട്ട് കൊണ്ടുപോകണം. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടല്ല നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പോകണം. ഇതും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ, വെള്ളം കുടിക്കുന്ന പോലെ, കുളിക്കുന്ന പോലെ ഒരു മസ്റ്റായ കാര്യമാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ഇൻ്റർവെൻഷൻ. ഡെയിലി ഇത്ര ടൈം ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താൽ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാം.
ദെൻ അപർണയാണ്, പനിയുള്ളപ്പോൾ മിൽക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ്. പനിയുള്ളപ്പോൾ ആർക്ക് പനി എന്നുള്ളതാണ്. അമ്മയ്ക്ക് പനിയുള്ളപ്പോൾ മുലപ്പാൽ കുഞ്ഞിന് കൊടുക്കാമെന്നാണോ, കുഞ്ഞിന് പനിയുള്ളപ്പോൾ കുഞ്ഞിന് പശുമ്പാലൊക്കെ കൊടുക്കണം പറ്റുമോ എന്നാണോ, ഡൗട്ട് ക്ലിയർ ആയില്ല. എന്തായാലും നമുക്ക് അമ്മയ്ക്ക് പനിയുള്ളപ്പോഴും കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റും, അത് കുഴപ്പമില്ല. ഇനി കുഞ്ഞിന് പനിയുള്ളപ്പോൾ കൗസ് മിൽക്കൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കുഞ്ഞ് കുടിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കും, ഫോഴ്സ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഡൗട്ട്സ് ഒന്നുകൂടി ക്ലിയർ ആയാൽ എനിക്ക് കറക്റ്റായിട്ട് മറുപടി പറയായിരുന്നു. Then Steffiയാണ്, I am really worried about my baby. Is 4 months and we are in UK now. Last 2 days I noticed an abnormal shivering while feeding him, especially head and hands only. He was asleep at that moment, not like a latching movement. Happened all around 6 times now. I have the video of the same. സ്റ്റെഫി അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കും. എനിക്കറിയാം UK ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയ ബേബിനൊന്ന് ഡയറക്റ്റ് കൊണ്ട് കാണിക്കൂ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ തരാം, അതിൽ എനിക്ക് ആ വീഡിയോസ് ഒന്ന് അയച്ചു തന്നിട്ട് നമുക്ക് നോക്കാം. ദെൻ റൂബിയാണ്, ഹെമാൻജിയോമയ്ക്ക് മരുന്നുണ്ടോ, എപ്പോഴാണ് അതെടുത്ത് തുടങ്ങേണ്ടത്, വലുതായി വരുന്നു എന്നാണ് റൂബി ചോദിച്ചിരിക്കുന്നത്. ഹെമാൻജിയോമനെ പറ്റി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. രക്തക്കുഴലുകൾ ചുരുങ്ങി ചോപ്പ് കളറിൽ സ്കിന്നിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് ഈ ഹെമാൻജിയോമ എന്നുള്ളത്. അത് ചില കുട്ടികൾക്ക് കൂടി വരും. അത് ചെറുതായ രീതിയിലാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നല്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി വലുതാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തേക്കുന്ന മരുന്ന് കൊടുക്കും. അല്ല, നമുക്ക് പ്രധാനപ്പെട്ട അവയവങ്ങളെ അടുത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മരുന്ന് കൊടുക്കും. അത് ഓരോ കുട്ടിക്കും അനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് കാണിക്കും. പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഒരു ഏജ് എത്തുമ്പോൾ അതിൻ്റെ സൈസ് കുറഞ്ഞ് കുഞ്ഞിൻ്റെ സ്കിന്ന് നോർമൽ രീതിയിലേക്ക് ആവും. അതുകൊണ്ട് നമ്മൾ അതുവരെ ഒന്ന് ക്ഷമിക്കണം എന്നേ ഉള്ളൂ. പക്ഷേ അത് ചിലപ്പോൾ കണ്ണിൻ്റെ മുകളിൽ, ചുണ്ടിൽ, മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം നമുക്ക് എന്തായാലും ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടി വരും. ദെൻ പ്രിൻസ് ആണ്, ഡോക്ടർ കുഡ് യു പ്ലീസ് ഡു എ വീഡിയോ ഓൾ അബൌട്ട് എക്സിമ. ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. ദെൻ വണ്ടർ ബുക്ക് എന്നുള്ള ID, കുഞ്ഞുങ്ങൾക്ക് ഹെയർ കുറവായാൽ എപ്പോഴും ഹെയർ കളഞ്ഞു കൊടുക്കണോ, ഇന്നലെ ഹെയർ വരുള്ളൂ എന്നുണ്ടോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഹെയർ കളഞ്ഞു എന്ന് വിചാരിച്ചൊന്നുമല്ല ഹെയർ വരിക, അല്ലാതെ തന്നെ ഹെയർ വന്നോളും. ലക്ഷ്മിയാണ്, 1 വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മയാണ്, എനിക്ക് വൈൻ കഴിക്കാമോ, വൈനൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നും. ദെൻ ആഷ്ന, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സും കൂടിയാണ്. പിന്നെ അശ്നയാണ്, മോനിപ്പോൾ 1.25 വയസ്സുണ്ട്. ലാസ്റ്റ് മന്താണ് കുട്ടിക്ക് 1.5 വയസ്സിൻ്റെ വാക്സിൻ എടുത്തത്. MMR വാക്സിൻ എടുത്തു. ഇപ്പോൾ കുട്ടികൾക്ക് മംസിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. കുട്ടിയുടെ മുഖത്തിൻ്റെ താഴെ സ്വെല്ല് ചെയ്ത് വരുന്നു. ചെറുതായി ഫീവർ ഉണ്ടായിരുന്നു. എന്താണ് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ തൊട്ടടുത്തുള്ള കുട്ടികളുടെ ഡോക്ടറെ തന്നെ ഒന്ന് കാണിക്കൂ കേട്ടോ. ദെൻ ഹരിപ്രിയാണ്, ഹലോ മാം, രാവിലെ എണീറ്റിൽ എത്ര ടൈം കഴിഞ്ഞ് വേണം കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ? എൻ്റെ മോൾക്ക് 1 year 2 months പ്രായമുണ്ട്. കുഞ്ഞ് ഉറങ്ങി എണീക്കുമ്പോൾ രാവിലെ വരെ ഇടയ്ക്കിടയ്ക്ക് പാൽ കുടിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ടൈം കണക്കൊന്നുമില്ല. എണീറ്റ് ഫ്രഷായി എന്തായാലും ഒരു 10-15 മിനിറ്റൊക്കെ എടുക്കുമല്ലോ നമ്മൾ തന്നെ ഒന്ന് ശരിയായി വരാം. അപ്പോൾ ആ സമയത്ത് ഫുഡ് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ടൈമൊക്കെ വേരീസ്. ആൻ്റണിയാണ്, മംഗോളിയൻ ബ്ലൂ സ്പോട്ടിനെ പറ്റി പറയാമോ? ഓക്കെ, മംഗോളിയൻ ബ്ലൂ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ കാര്യമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ തൊലിക്ക് കളർ തരുന്ന ഒരു പിഗ്മെൻറ്റ്സ് ഉണ്ട്. ആ പിഗ്മെൻറ്റ്സ് കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈക്വലി സ്പ്രെഡ് ചെയ്യാതെ ചില സ്ഥലത്ത് കട്ടിക്കൂടിയിരിക്കും. അതാണ് ഈ മംഗോളിയൻ ബ്ലൂ സ്പോട്ട്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പച്ച അല്ലെങ്കിൽ നീല കളറിൽ ജനിച്ച ഉടനെയൊക്കെ കുഞ്ഞുങ്ങളുടെ പുറകിലൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന സാധനം. അത് താനെ പൊക്കോളും, അതിനെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ജിൻസിയാണ്, ക്രോണിക് ITP-നെ കുറിച്ചൊരു വീഡിയോ ഇടുമോ? 5 year ബോഡിയാണ് ഇൻക്ലൂഡിങ് ഫുഡ് ഓൾസോ. തീർച്ചയായിട്ടും ഇടാം കേട്ടോ, അതൊരു സെപ്പറേറ്റ് ഡിസീസ് കണ്ടീഷനാണ്, ഇടാം. ദെൻ അഞ്ജു ആണ്, ഹലോ ഡോക്ടർ, എൻ്റെ മോൾക്ക് 3.5 month ആയി. അവൾ ബെഡിൽ കിടക്കുമ്പോൾ ഫ്ലോറിൽ കിടക്കുമ്പോഴും നന്നായി മുഖത്തേക്ക് നോക്കും, ചിരിക്കും. ബട്ട് നമ്മൾ മടിയിൽ കിടക്കുമ്പോഴൊന്നും ഫീഡ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും നോക്കൽ കുറവാണ്. സൗണ്ട്സിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട്, കമിഴാൻ തുടങ്ങി എന്നൊക്കെ. 3.5 മാസമായി. അപ്പോൾ എനിക്കൊന്ന് കുഞ്ഞിനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, എന്നാലേ എനിക്കത് കറക്റ്റായിട്ട് അത് നോർമലാണോ അബ്നോർമലാണോ എന്ന് പറയാൻ പറ്റുമോ. വാക്സിന് പോകുമ്പോൾ തൊട്ടടുത്തുള്ള പീഡിയാട്രീഷ്യൻ ഒന്ന് കൺസൾട്ട് ചെയ്തോളൂ. പറ്റില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള കൺസൾട്ടേഷൻ നമ്പറിൽ വിളിക്കുക കേട്ടോ.
ദെൻ ഷാരൺ ആണ്, മാം ഒരു ഇയറിൽ മാത്രം പെരിയോറിക്കുലർ സൈനസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാട്ടണം. ഒരു പ്രാവശ്യം ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് നല്ലത്. നമുക്ക് ബാക്കി എല്ലാം ഒന്ന് എക്സാമിൻ ചെയ്യാനാണ്. ഈ പ്രീ ഓറിക്കുലർ ചെവിയുടെ മുന്നിലുള്ള സൈനസിനെ മാത്രമല്ല നമ്മൾ നോക്കുക, കുഞ്ഞിൻ്റെ മൊത്തം അവയവങ്ങളെ ഒന്ന് പരിശോധിക്കും. അപ്പം നമുക്കൊന്നുമില്ലാന്ന് വരുത്തിയ ആവശ്യം സമാധാനമാണല്ലോ. ദെൻ ഷഹാന ഷെറിനാണ്, ഞാൻ അബ്രോഡാണ്, എൻ്റെ മോൾക്ക് 1 year 2 month നൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് കരിഞ്ഞ് എണീക്കും, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഉറക്കത്തിൽ ബ്രത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇയറിൻ്റെ ബാക്ക് സൈഡിലും നെക്കിലും ചെറിയ കയല പോലെ കാണുന്നുണ്ട് എന്നൊക്കെയാണ്. ഇതൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നുള്ളതാണ്. ഷഹാന, എനിക്ക് തോന്നുന്നു അയണിൻ്റെ ഒക്കെ കുറവുള്ള, അപ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ചൊന്ന് ഇറിറ്റബിൾ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു വൈറ്റമിൻ സപ്ലിമെൻ്റ് ഒക്കെ വേണ്ടി വരും. ഇനിയിപ്പോൾ നാട്ടിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു ബ്ലഡ് കൗണ്ട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ദെൻ രേഷ്മയാണ്, ഹൈ മാം, എൻ്റെ മോന് 2 years ആകാറായി, മോൻ്റെ റൈറ്റ് സൈഡ് കാലിൻ്റെ പാദം കുറച്ച് ചെരിഞ്ഞാണ്, 2 year ആയില്ലേ. പീഡിയാട്രിഷ്യനെ കാണിച്ചു, ഷൂസ് ഇട്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്താൽ മതിയോ, ഓർത്തോപെഡിക് ഡോക്ടറെ കാണിക്കണോ എന്നുള്ളതാണ്. ഷൂസ് ഇട്ട് നിങ്ങളൊന്ന് നോക്കൂ, ഒരു 1 to 2 months വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കൂ, അല്ലെങ്കിൽ എന്തായാലും ഓർത്തോപെഡിഷ്യനെ കൂടി കാണിക്കണം. ദെൻ റേബീനയാണ്, ഡേ കെയറിൽ പോകുന്ന 3 yearsൻ്റെ ഫുഡ് ചാർട്ട് പറയാമോ? ഡേ കെയറിൽ പോകുന്ന കുട്ടിക്കും അല്ലാത്ത കുട്ടികൾക്കൊക്കെ നമ്മളൊരു 3 yearsൻ്റെ ഫുഡ് ചാർട്ട് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെയാണ്, പാക്ക് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ യൂസർ ഐ ഡി എന്നാണ്, ഹൈ ഡോക്ടർ, എൻ്റെ മോൾക്ക് 2 months കഴിഞ്ഞു, ഉള്ളം കൈയും കാലും വെള്ളം പോലെ, ഇത് കാൽ വിയർപ്പാണോ? ചില കുട്ടികൾക്ക് വിയർപ്പ് കൂടുതലായിട്ട് ഉണ്ടാകും, അങ്ങനെയുള്ള കുട്ടികൾക്കാണ് കൈയൊക്കെ വെള്ളം പോലെ തണുത്ത് ഇടയ്ക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും ആ കുഞ്ഞിനെ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പീഡിയാട്രിഷ്യനെ കാണിക്കണം. ബിക്കോസ് തൈറോയിഡിൻ്റെ ടെസ്റ്റ് നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം. അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ പേടിക്കാനില്ല, ചിലപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാവും, അതാണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വീഡിയോ ചെയ്യുമോ എന്നാണ് സ്വീറ്റ് തോമസ് എഴുതിയിരിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. വെയിറ്റിനെ കുറിച്ചും ചെയ്തിട്ടുണ്ട്, ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇനി അഞ്ജനയാണ്, മാമിൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്, യൂസ്ഫുൾ ആണ്. 1 year 9 months ആയി, ഇപ്പോൾ 9 kg വെയിറ്റ്, നോർമൽ വെയിറ്റ് ആണ്, മോൻ നല്ല ആക്റ്റീവാണ്, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ബട്ട് വെയിറ്റ് കൂടുതൽ. വെയിറ്റിനെ കുറിച്ച് മാത്രം നിങ്ങൾ കൺസേൺ ആവേണ്ട, കുഞ്ഞും ബാക്കി രീതിയിലൊക്കെ ആക്റ്റീവാണ്, കളികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരതിൻ്റെ രീതിയിലേക്ക് വിടൂ, ഫോഴ്സ് ഫീഡ് ചെയ്യണ്ട. അപ്പോൾ ഒത്തിരി ലെങ്ത് ആവാതിരിക്കും ഇന്നത്തെ വീഡിയോ കട്ട് ചെയ്യുവാണ്. ഇതിൻ്റെ അടിയിൽ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ് ആയിരിക്കും നമ്മൾ അടുത്ത Q&Aയിൽ ചോദിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ്സ് പറയൂ, നമുക്ക് നമ്മുടെ സെഷൻസ് അതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാം. Till then, bye and take care.